എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഇതൊരു തേൻ വരിക്ക ചക്കയാണ്. ആ തേൻ വരിക്ക ചക്കപ്പഴം കൊണ്ടാണ് ഇന്ന് ഞാനൊരു വിഭവം ഉണ്ടാക്കുന്നത്. അതിൻ്റെ ചക്കക്കുരുവ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ 1ഉം 2ഉം എടുത്തിട്ടുണ്ട്. ഞാനൊരു പാൻ അടുപ്പേ വെച്ച് അതിൽ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ചക്കക്കുരു ഇട്ട് വഴറ്റുകയാണ്. ആദ്യം ചക്കക്കുരുവാണ് ഇടുന്നത്. ചക്കക്കുരു ഒരുവിധം വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേൻ വരിക്ക ചക്കപ്പഴം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും ചക്കക്കുരുവായിട്ട് നെയ്ക്കകത്ത് നല്ലതുപോലെ വഴന്ന് വരട്ടെ. കാരണം ചക്ക ഉടഞ്ഞു പോകാതിരിക്കാനാണ് ഞാൻ ഈ നെയ്ക്കകത്ത് ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത്. നല്ലതുപോലെ വഴന്ന് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ആ ശർക്കരയും ചക്കക്കുരുവും ചക്കയും എല്ലാം കൂടെ നല്ലതുപോലെ യോജിച്ച് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചവ്വരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചവ്വരിയും ചക്കയും ചക്കക്കുരുവും ശർക്കരയും എല്ലാം കൂടെ നല്ലതുപോലെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് നേരം നമുക്കിങ്ങനെ നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഞാൻ 2ആം പാലിൻ്റെ കുറച്ച് പാലെടുത്ത് ഒഴിച്ചു. ബാക്കിയുള്ളതിനകത്ത് ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും കൂടെ ചേർത്തിട്ട് അതും കൂടെ ഇതിനകത്ത് മിക്സ് ചെയ്യുകയാണ്. കോൺഫ്ലവർ ചേർക്കുമ്പോൾ ഇച്ചിരി ഒരു തിക്നെസ്സിന് വേണ്ടിയാണ്. അതുപോലെ നല്ല ടേസ്റ്റാണ്. ഒരു ഗ്ലേസിങ്ങും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് മാവ് വെന്തതിന് ശേഷം നമുക്ക് നമ്മളുടെ പായസം ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് അടപ്പായസം പോലെ തോന്നുന്നല്ലേ. നമുക്കിതിൽ 1ആം പാല് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഇളക്കി എടുക്കാം. കാരണം നമുക്ക് ഇനി വലുതായിട്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പായസം ഇവിടെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. തീ വളരെ കുറച്ചിട്ട് ഇതിളക്കാം. നല്ല പാല് ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചക്ക വേണമെങ്കിൽ ഇച്ചിരി കൂടെ നമുക്ക് ചേർക്കാൻ. ഇനി നമ്മളിവിടെ ചേർക്കാൻ പോകുന്നത് ഞാൻ പഞ്ചസാര ഏലക്കയും പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ചുക്കും പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ചക്ക ആയതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ആവശ്യത്തിന് ചുക്കും കൂടെ ചേർത്ത് നല്ലതുപോലെ നമ്മൾ അത് കൂട്ടി യോജിപ്പിക്കുകയാണ്. ഇനി നമുക്ക് വലിയ പണിയൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ഇറക്കാം. അങ്ങനെ 1ആം പാലും ചുക്കും ഏലക്കയും എല്ലാം കൂടെ ഇങ്ങനെ യോജിച്ച് വന്നിട്ടുണ്ട്. നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യുക. ഇനി നമുക്കൊരു ഇരുമ്പേട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് നമ്മൾ കഴുകിയ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് തന്നെ നമ്മൾ മുന്തിരിങ്ങയും കൂടെ ഇടുകയാണ്. എന്നിട്ട് ഇത് നമ്മൾ ആ പായസത്തിലോട്ടൊഴിച്ച് സെർവ് ചെയ്യുന്ന അടിപൊളി ഒരു പായസമാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. നമുക്കെല്ലാം എന്നും എപ്പോഴും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു.